അൽ ബഖറ സൂറത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓതണം വീട്ടിൽ. ഈ പറഞ്ഞതിന്റെ ആശയം ഖുർആൻ മുഴുവൻ ഓതലാണ്. കാരണം അൽ ബഖറയിൽ എന്തുണ്ട്? ആയത്തുൽ കുർസി ഉണ്ട്. ആയത്തുൽ കുർസി ഓതിയാൽ പിശാച് അടുക്കൂല. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഖുർആൻ എല്ലാം ഉണ്ടല്ലോ. ഖുർആൻ മനസ്സിലാക്കിയ റാഹത്താണ്. ഒരു പ്രസവം എടുത്തതാകുന്ന സ്ത്രീ അവൾ ഓതേണ്ട സൂറത്ത് ഏതാണെന്ന് ചോദിച്ചാൽ ഏറ്റവും നല്ല സൂറത്താണ് പരിശുദ്ധമാക്കപ്പെട്ടതായ ആയത്തുൽ കുർസി. അത് ഓതാൻ പറ്റുമോ? പ്രസവ രക്തം വരുന്നതിന് മുമ്പ് ഒന്നായിരിക്കും പറഞ്ഞു. രക്തം പുറപ്പെട്ടാലല്ലേ ഓതാൻ പാടില്ലാത്തുള്ളൂ. അതിനു മുമ്പ് ഖുർആൻ ഓതാം. അപ്പൊ ആയത്തുൽ കുർസി ഓതിക്കൊണ്ടേയിരിക്കുക. കറാത്ത് മറാത്ത്. അപ്പൊ സുഖപ്രസവമാവും, എളുപ്പമാവും. കാരണം പിശാച് എടുക്കൂല. അല്ലാഹു തൗഫീഖ് തരട്ടെ. ചെറിയ കാര്യമല്ലല്ലോ. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഹയ്യുൽ ഖയ്യൂം എന്ന ദിക്ർ നിസാരമല്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറയുകയാണ്, ഹയ്യുൽ ഖയ്യൂം എന്നുള്ള ദിക്ർ എന്ന് പറയുന്നത് ഇസ്മുൽ അസമിൽ പെട്ട നാമമാണ്. യാ ഹയ്യു യാ ഖയ്യൂം. ദിക്ർ ചൊല്ലിക്കൊണ്ട് ദുആയിരുന്നു. ഇജാബത്താണ്, ഉത്തരം ഉറപ്പാണ്. അവിടെ മുൻകഴിഞ്ഞു പോയ മഹത്തുക്കളൊക്കെ, മഹാന്മാരൊക്കെ, കണ്ണിയത്ത് ഉസ്താദ് റഹിമഹുല്ലാ, മഹത്തുക്കളൊക്കെ ദുആ ചെയ്യുമ്പോൾ യാ ഹയ്യു യാ ഖയ്യൂം എന്ന വാക്ക് ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരുമായിരുന്നു. കാരണം ദുആയിന് പെട്ടെന്ന് ഇജാബത്ത് കിട്ടും. അതാര് പറഞ്ഞതാണ്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തിയത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആയത്തുൽ കുർസി, സൂറത്തുൽ ബഖറ, ഇതൊക്കെ ഇങ്ങനെ ഓതണം, വീടുകളിൽ ഓതണം. ഇത് വീട്ടിലെ യാസീനും ഇല്ല, വാക്കയില്ല, മുൽക്കും ഇല്ല, ഒന്നുമില്ല. ഖബർ ജീവിതം സുരക്ഷിതം കിട്ടാൻ യാസീന് സൂറത്തുൽ മുൽക്ക് പഠിപ്പിച്ചു. ആരോതുന്നു? ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി സൂറത്തുൽ വാഖിഅ പഠിപ്പിച്ചു. അല്ലിമൂഹുന്ന സൂറത്തുൽ വാഖിഅ. നിങ്ങളുടെ പെൺമക്കളെ പ്രത്യേകം സൂറത്തുൽ വാഖിഅ പഠിപ്പിക്കണേ എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര പേര് ഓതുന്നുണ്ട്? അപ്പൊ വീട്ടിലെ ദുരിതവും പ്രയാസവും ഒക്കെ മറ്റുള്ളവരുടെ പങ്കുവെക്കുന്നതിന് മുമ്പ് സ്വന്തം വീട്ടിൽ ഖുർആനിനെ എടുത്തു കളഞ്ഞോ എന്ന് ആദ്യം ചിന്തിക്കണം. ഖുർആൻ എടുത്തു കളഞ്ഞിട്ട് പിന്നെ വീട്ടിലുള്ള ആയത്തില്ല, അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഖുർആൻ വൃത്തിക്ക് ഓതിയാൽ ആ വീട്ടിൽ ഖൈറുണ്ടാവും. വനുനസ്സിലു മിനൽ ഖുർആൻ മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ലോകത്ത് വിഭാവനം ചെയ്യുന്നത് പരിപൂർണമായ ശിഫയാണ്. ഖുർആനുമായി ബന്ധപ്പെട്ട ജീവിതം നയിക്കുന്ന മുസ്ലിമേ, നിങ്ങളുടെ വീട്ടിൽ കാരുണ്യമാണ്. വനുനസ്സിലു മിനൽ ഖുർആൻ മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. രോഗശമനം വേണോ? ഖുർആനുമായി ബന്ധപ്പെട്ട ജീവിതം നയിക്കണേ. വീട്ടിൽ കരുണ വേണോ? അല്ലാഹുവിന്റെ കാരുണ്യം ചൊരിയണോ? പരിശുദ്ധമായ ഖുർആനുമായി ബന്ധപ്പെട്ട ജീവിതം നയിക്കണേ. പരിശുദ്ധമായ ഖുർആൻ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലയോ? ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു അൻവാറു തൻസീൽ വ അസ്റാർ തഅവീൽ എന്ന തഫ്സീർ ബൈളാവിയിൽ രേഖപ്പെടുത്തിയതായ ഹദീസല്ലേ, ഫാത്തിഹത്തുൽ കിതാബി ശിഫാഉൻ മിൻ കുല്ലി ദാ. എല്ലാ രോഗങ്ങൾക്കുമുള്ള ശമനമാണ് ഫാത്തിഹ സൂറത്തിനെ നിസാരമായി കാണല്ലേ. ഫാത്തിഹ സൂറത്ത് അത് പ്രാരംഭ പ്രാർത്ഥനയാണ്. സൂറത്ത് ദുആ എന്ന മഹാനാകുന്ന ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു പേര് വെച്ചതായ ശ്രേഷ്ഠമായ പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനാ സൂക്തം പാരായണം ചെയ്യുന്ന ഏതൊരു മുസ്ലിമുണ്ടോ, മുഅ്മിനത്തുണ്ടോ, അവരുടെ എല്ലാ രോഗങ്ങൾക്കും അല്ലാഹു ശമനം നൽകുന്നതാണ്. ഫാത്തിഹത്തുൽ കിതാബി ശിഫാഉൻ മിൻ കുല്ലി ദാഇൻ. ഹദീസ. അപ്പോൾ ഫാത്തിഹ ഇങ്ങനെ ഓതുക. ഓരോ 5 വഖത്ത് നമസ്കാരത്തിന് ശേഷം ഫാത്തിഹ, ഖുൽ ഹുവല്ലാഹു, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, നാസ് കൈവെള്ളയിൽ ഊതിയിട്ട് തല മുതൽ ഇങ്ങനെ തടയിക്കുക. അല്ലാഹ് ഒറ്റൊരുത്തൻ അടുക്കൂല, ഒരു ഷെറും ഉണ്ടാവില്ല, ഒരു കണ്ണീർ വെക്കൂല, ഒരു അസൂയാലക്കയുടെ അസൂയ വെക്കൂല, ഒരു മാരണം, ഒരു കൂടത്തിലും ഒരു പണി നിനക്ക് കിട്ടൂല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യണം. കച്ചവടത്തിലും തട്ട് കിട്ടത്തില്ല, ബിസിനസ്സിലും കിട്ടൂട്ടില്ല, ഒന്നും വേണ്ട. ഏറ്റവും എളുപ്പമുള്ള പണി ഇപ്പൊ പറഞ്ഞു. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ 2 സൂറത്തുകൾ, സൂറത്തുൽ മുഅവ്വിദതൈൻ എന്നറിയപ്പെടുന്നതാകുന്ന സൂറത്തുകൾ, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും നാസും, ഈ 2 സൂക്തങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് നബിതങ്ങൾ പലതും വെച്ച് ദുആ ചെയ്തിട്ടുണ്ട്. ഈ 2 സൂക്തങ്ങൾ വന്നതിന് ശേഷം നബിതങ്ങൾ വഫാത്ത് വരെ എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും ഇത് ഓതി മന്ത്രിക്കും. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി
വലിയ സൂറത്താണ്. സൂറത്തുൽ ഇഖ്ലാസ് പറയണ്ടല്ലോ, തഅദുലു സുലുസുൽ ഖുർആൻ, ഖുർആന്റെ 3/1 3 വട്ടം ഓതിയ ഖുർആൻ ഖത്മ് തീർത്ത പ്രതിഫലമാണ് എന്ന് പറഞ്ഞ് വാപ്പായും ഉമ്മയും മരിക്കുമ്പോൾ 3 ഓതിക്കൊണ്ടിരിക്കാനില്ല, അപ്പോൾ ഫുള്ള് ഓതണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇതൊരു ഷോർട്ട് കട്ട്. പെട്ടെന്ന് നമ്മളൊരു സാധാരണ ഒരു ഫാത്തി വിളിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? 3 വട്ടം സൂറത്തുൽ ഇഖ്ലാസ് ഓതും. കാരണം ആ വീട്ടിൽ ഒരു ബർക്കത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഖുർആനുമായൊരു ബന്ധം വരണം. يدفع المستمع القرآن بلوى الدنيا وعن تالي القرآن بلوى الآخرة. ഖുർആൻ കേൾക്കുന്നതായ മുസ്ലിമേ, മുസ്ലിമത്തേ, ദുനിയാവിന്റെ എല്ലാ ബലാ മുസീബത്തുകളെ തൊട്ടും അല്ലാഹു കാവൽ നൽകുമേ. വഅൻ താലിൽ ഖുർആനി ബൽവൽ ആഖിറ. ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക് ആഖിറത്തിലെ ബലാ മുസീബത്തുകളെ തൊട്ട് കാവലാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഖുർആൻ കേട്ടാൽ തന്നെ ദുനിയാവിന്റെ എല്ലാ മുസീബത്തും മാറും. ഖുർആൻ ഓതിയാലോ ആഖിറത്തിൽ രക്ഷ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അവ രണ്ടും വേണം നിർത്തും. ഖുർആൻ ഓതണം, ഖുർആൻ കേൾക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കല്ലേ ഖുർആൻ ഇറങ്ങിയത്. നബി തങ്ങൾ ഓതി കേൾക്കാൻ വലിയ ഇഷ്ടപ്പെട്ട വ്യക്തിയാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വലിയ ഖാരി, നല്ല ഓതാനറിയാവുന്ന സ്വഹാബത്ത് 4 പേരാണ്. നല്ല ഓത്തറിയാവുന്ന സ്വഹാബത്ത് ആരൊക്കെയാണ്? 4 പേരാണ്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടതാകുന്ന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഈ മഹത്തുക്കളൊക്കെ തന്നെ ഖുർആനുമായി നല്ല ബന്ധമുള്ളതാകുന്ന വ്യക്തിയാണ്. 4മത്തത് മഹാനായ സാലിം മൗല അബി ഹുദൈഫ റളിയല്ലാഹു അൻഹു. ഇതിൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നല്ല ഖാരിയാണ്, നല്ല ഓത്താണ്. അപ്പൊ അദ്ദേഹത്തോട് നബി പറയും, ഖുർആനൊന്ന് ഓദിക്കാൻ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നബി ഞാനെങ്ങനെ ഓതാൻ? തങ്ങൾക്കല്ലേ ഖുർആൻ ഇറക്കപ്പെട്ടത്, തങ്ങൾ ഓതാൻ, അതല്ലേ വേണ്ടത്. നബി പറഞ്ഞു, ഞാനല്ലാത്ത മറ്റൊരാളിൽ നിന്ന് ഈ ഖുർആനിനെ ഓതി കേൾക്കുന്നതിന് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. നമ്മളിൽ കുറഞ്ഞു പോയി. ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ പാട്ടും കേട്ട് പോവുക. മക്കളൊക്കെ എവിടെ യാത്ര ചെയ്താലും ഹെഡ്സെറ്റ് ഉണ്ട്, നല്ല സിനിമാ പാട്ടും കേട്ടുണ്ട്, റാഹത്തായിട്ട് നടക്കാൻ. ഒരു കാറ് വാങ്ങി ആ കാറിനകത്ത് ആദ്യം ഇടുന്ന ഏതായിരിക്കും? നല്ല DJ പാട്ടായിരിക്കും, വല്യപ്പോ ഉൾപ്പെടെ. അണ്ടർവെയർ ഇട്ടുകൊണ്ട് അതിനകത്ത് തുള്ളിക്കൊണ്ട് പോവാണ്. അല്ലാഹു നമ്മളൊക്കെ നല്ല DJ പാട്ടൊക്കെ ഇട്ട് സെറ്റായിട്ട് പോവാ. ഒരു വീട്ടിൽ ഹോം തിയേറ്റർ സെറ്റ് ചെയ്തു. ഒരു വീട്ടിൽ എന്ത് ചെയ്തു? നല്ല സെറ്റുകൾ കൊണ്ടുവന്ന് വെച്ചു, ബോക്സ് കൊണ്ടുവന്ന് വെച്ചു. ആദ്യം അതിലിട്ട് നോക്കുന്നതായിരിക്കും പാട്ട്. അല്ലാതെ ഒരു കല്യാണ സദസ്, അതിൽ നിക്കാഹം കൊണ്ട് കഴിഞ്ഞാൽ ഉടനെ പിന്നെ ഖതീബ് ഉസ്താദ് ഇറങ്ങി ഓടിക്കണം, പാട്ടിടാൻ പോവാണ്. പിന്നെ വെറൈറ്റി പെണ്ണ് വരുന്നുണ്ട്, ദേ വരുന്നു. നാട്ടുകാർക്ക് മുഴുവൻ ഡ്രസ്സ് കൊടുത്തവർ സ്വന്തം ശരീരത്തിൽ ഡ്രസ്സില്ല. അല്ലാഹു നമ്മളൊക്കെ ആക്കണം. അങ്ങനെ തന്നെയല്ലേ ഇപ്പം നടക്കുന്ന കല്യാണം. നാട്ടുകാർക്ക് മുഴുവൻ ഡ്രസ്സ് കൊടുത്തു. തലേന്ന്, അതിന് പിറ്റേന്ന് പച്ചക്കല്യാണം, ചുവപ്പ് കല്യാണം, നീല കല്യാണം, അവസാനം എല്ലാ കളറിലുള്ള കല്യാണങ്ങൾ കഴിഞ്ഞ് ഓരോ ദിവസം ഓരോ ഡ്രസ് കോഡാണ്. നാട്ടുകാർക്ക്, കൂട്ടുകാർക്ക്, ബന്ധുക്കൾക്ക് എല്ലാവർക്കും ഓരോരോ ഡ്രസ്സുകളാണ്. അവസാനം കല്യാണത്തിൻ്റെ അന്ന് വന്നപ്പോൾ ചെക്കനും പെണ്ണിന് എന്തില്ല? ഡ്രസ്സില്ല. എല്ലാം തുറന്നു വെച്ചിരിക്കുക. കാണുന്നതെല്ലാം വെളിയിലോട്ട് വെച്ച് റാഹത്തായിട്ട്, മറച്ചു വെക്കേണ്ടതെല്ലാം തുറന്നു വെച്ചിരിക്കുക. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. വെട്ടും കുത്തും റാത്തി പെടുന്ന പോലെ ചെറുക്കൻ്റെ പാൻറ് മൊത്തത്തിൽ കീറി വലിച്ച് ഹലാക്കായിട്ടുള്ള പാൻറ്റിട്ടുണ്ടാവും വന്നിരിക്കും. അതാണ് നമ്മുടെ കൗമിൻ്റെ അവസ്ഥ. പറയാനാണെങ്കിൽ കുറേ പറയണം, പോകും അങ്ങോട്ട്, വേറെ വിഷയം പോകും. അതുകൊണ്ട് ഇപ്പോൾ അതിലോട്ട് പോകുന്നില്ല. ആയത്തും അധികം സോതാൻ തന്നെ വിട്ടുപോകും. പിന്നെ അതുകൊണ്ട് തിരിച്ചു വരിക. അല്ലാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കൽ. ബുദ്ധിയുള്ളവർക്ക് അല്പം മതിയല്ലോ, ഒരുപാട് കടന്ന് കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. കാര്യം മനസ്സിലാകും. ആയുസ് കുറവാണ്, നന്നാവാൻ തീരുമാനിച്ചവർക്ക് ഇത് മതി. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. അപ്പോൾ ഖുർആനുമായിട്ടുള്ള ബന്ധം അത് നമുക്ക് അനിവാര്യം, അത് ഒഴിവാക്കാൻ പാടില്ല. ആഖിറത്തിലേക്കുള്ള വലിയ നിക്ഷേപമാണ് ഖുർആൻ. അതെപ്പോഴും ഓതണം. ഇപ്പൊ ഈ മാസം തന്നെ മഹാനാകുന്ന ഖ്വാജ മുഈനുദ്ദീൻ ദിസ്സീൽ അജ്മീരി റളിയല്ലാഹു അൻഹു ആണ്ടിന്റെ മാസമാണ്. എന്നാൽ തങ്ങളിവിടെ സൂചിപ്പിച്ചിട്ട് പോയത് റജബ് 6 അവരുടെ ആണ്ട്. അള്ളാഹു എടുത്ത പൊരുത്തം നമുക്കും നമ്മുടെ സ്ഥാപനങ്ങൾക്കെല്ലാം അള്ളാഹു നസീബാക്കുമാറാവട്ടെ. ഖ്വാജ തങ്ങളാര്? ഇറാനിലാണ് അദ്ദേഹം ജനിച്ചത്, ഇറാൻകാരനാണ്. അദ്ദേഹം 20 വർഷം അദ്ദേഹം ഓതിപ്പടിച്ച് തർബിയത്തിന്റെ മേഖലയിൽ ഉന്നത ശ്രേണിയിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചത് മഹാനാകുന്ന ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹുവിന്റെ തിരുസ്വതത്തിലാണ്. വലിയ സൂഫി വര്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ അടുക്കലാണ് 20 വർഷം പഠിച്ചത്. 20 വർഷത്തിന് ശേഷം അദ്ദേഹം വിളിച്ചിട്ട് ശിഷ്യനോട് പറയുന്നുണ്ട്, ജദ്ദിദ് വുളൂഅക, നിന്റെ വുളൂ ഒന്ന് പുതുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അവിടെ തന്നെ ചരിത്രം വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു, വുളൂ പുതുക്കാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? വുളൂ എവറടി ഉണ്ട്, എപ്പോഴും വുളൂ ഉണ്ട്. അതുകൊണ്ടാണ് വുളൂ പുതുക്കാൻ പറഞ്ഞത്. അല്ലെങ്കിൽ പോയി തവല്ല നീ വുളൂ എടുക്കണ്ട പറയുന്നത്.
മനസ്സിലാക്കണം. നമ്മളോ ഒന്നുകൊണ്ട് ഹാജിയാരെ എങ്ങോട്ട് ഇല്ല ഹാജിയാരെ ഒന്നും ഹാജിയാർക്ക് ഒന്നുമില്ല. നാളെ ഉണ്ടാവും, നാളെ ഇല്ല. മരിക്കുന്നിടം വരെ ഒന്നുമില്ല. അല്ലാഹു മുളക്കാക്കട്ടെ. അതാണ് നമ്മുടെ അവസ്ഥ. എപ്പോഴാണ് നമുക്കൊരു നല്ല വൃത്തിയായിട്ടൊരു ഒന്നുമുള്ള ഒരു അവസ്ഥ എന്നാ ഉണ്ടായിട്ടുള്ളത് ജീവിതത്തിൽ? നമ്മളെപ്പോഴും ദായിമുൽ ഒന്നുമായിരിക്കണം. കാരണം വെള്ളത്തിനൊരു ക്ഷാമം ഇല്ലല്ലോ. നിങ്ങൾ തന്നെ പറയുന്നുണ്ട് ഈ നാട്ടിൽ എവിടെ കുഴിച്ചാലും വെള്ളമാണ്. ഫുള്ള് എവിടെ കുഴിച്ചാലും പാറയാണ് വെള്ളം എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ അഭിമാനം കൊള്ളുന്ന ഒരു നാട്ടുകാരെ ഞാൻ കണ്ടിട്ടില്ല. അള്ളാഹു ഇത് നിലനിർത്തുമാറാവട്ടെ. 80 അടി താഴ്ചയിൽ വെള്ളം കാണുമെന്ന് നിങ്ങൾ ഉറപ്പിക്കുന്നുണ്ട്. എങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടെന്ന് ഒന്നുതായിമാക്കി കൂടാ? മറ്റു രാജ്യമത്ത് പോലെ മറ്റുള്ള സ്ഥലങ്ങൾ പോലെ അല്ലല്ലോ. വെള്ളം എപ്പോഴും സുലഭമായി കിട്ടുന്ന ഒരു സ്ഥലമല്ലേ. അപ്പോൾ നല്ല റാഹത്തായിട്ട് എപ്പോഴും ഒന്നുകൂടി റെഡിയായി നിൽക്കുക. എപ്പോൾ വേണമെങ്കിലും മരണം സംഭവിക്കാം. ഞാൻ ഇന്നാണെന്ന് തോന്നുന്നു ഒരു വീഡിയോ ഒരു സഹോദരൻ രാവിലെ കാണിച്ചാൽ ഞാൻ പോലും കണ്ടതാ. രാവിലെ ഒരു പെൺകുട്ടി പൂനൂരാണോ പാനൂര് കണ്ണൂര് പാനൂരാണ്. ഒരു പെൺകുട്ടി അവർ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി ഒരു സ്ഥലത്ത് നിന്നിട്ട് അവിടെ നിന്നുകൊണ്ട് കുഴഞ്ഞു വീഴാം. 19 വയസ്സുള്ളൊരു പെൺകുട്ടിയാണ്. 19 വയസ്സേ ഉള്ളൂ. അതിന് വീഡിയോ ഇപ്പം ഒന്ന് വൈറലായിക്കൊണ്ടിരുന്നുണ്ട് സോഷ്യൽ മീഡിയ. കുഴഞ്ഞ് പെട്ടെന്ന് ഇങ്ങനെ വെള്ളം ചോദിക്കുന്നു, അവിടെ വന്നിരിക്കുന്നു. സ്വന്തം കുടുംബം കൂടെയുണ്ട്. വെള്ളം എടുത്ത് ഇങ്ങനെ കൊടുക്കുന്നു. അത് കുടിക്കുന്നതിന് മുമ്പ് തന്നെ കുഴഞ്ഞങ്ങ് വീഴുകയാണ്. 19 വയസ്സുള്ളൊരു പെൺകുട്ടി കുഴഞ്ഞു വീഴുന്ന CCTV ക്യാമറ ദൃശ്യം ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്. ഇന്നത്തെ ദിവസം. നാളെ ആയിരിക്കും ഒരു പക്ഷേ നിങ്ങൾ കാണും. ഏതുമായിക്കോട്ടെ, ഈ രീതിയിൽ നമ്മുടെ തലമുറ മാറിക്കൊണ്ടിരിക്കുകയാണ്. വലിയ പ്രായമൊന്നും വേണ്ട, എപ്പോഴെങ്കിലും തീരാം. ആരോഗ്യമുള്ള ആളുകൾ തന്നെ പെട്ടെന്ന് ഇല്ലാതാകുന്നു. ചെറിയ കുട്ടികൾക്ക് വരെ 18 കോടി രൂപ വില വരുന്ന ഇഞ്ചക്ഷനാണ് ഇന്നും പറയുന്നത്. 18 കോടി വില വരുന്ന ഇഞ്ചക്ഷൻ. എന്നിട്ട് ഈ ഇഞ്ചക്ഷൻ എടുത്തിട്ട് തന്നെ മരണപ്പെട്ടു എത്ര ആളുകളാണ്? അതിനെ ജീവിച്ചേക്കൊന്നും ഗ്യാരണ്ടിയൊന്നുമില്ല. അത് പിരിച്ചെടുക്കുകയാണ് നമ്മുടെ ജനങ്ങൾ. കേരളത്തിലേതാകുന്ന സ്നേഹജനങ്ങൾ എല്ലാവരും കൂടി അത് സമ്പന്നമായിട്ട് അത് പിടിച്ചെടുത്ത് ആ പൈസ മുഴുവൻ പിടിച്ചെടുത്ത് ഈ കുട്ടിക്ക് ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് പോലും ജീവൻ നിലനിർത്താൻ പറ്റുന്നില്ല. ഇത്രയേ ഉള്ളൂ ലോകം. എപ്പോൾ വേണമെങ്കിലും നമ്മൾ തീരാം. അപ്പം നല്ല ഒന്നുകൂടിയുള്ള മരണം നമുക്കുണ്ടാവട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. വൈലത്തറ മുഹമ്മദ് കുഞ്ഞുമൂലവി അടുത്ത് മരണപ്പെട്ടു പോയ വലിയ പ്രഭാഷകനായിരുന്നു, വലിയ സൂഫി വ്യക്തിത്വമായിരുന്നു. അദ്ദേഹം എപ്പോഴും വുളൂ എടുക്കാൻ വലിയ ഇഷ്ടം വെച്ച വ്യക്തിയാണ്. വലിയ പ്രായാധിക്യം വന്ന വ്യക്തി അദ്ദേഹം മരണപ്പെട്ടത്. രാവിലെ തഹജ്ജുദിനു വേണ്ടി എഴുന്നേറ്റ് വുളൂ എടുത്ത് പൂർത്തിയായി 2 കൈകളും ആകാശത്തേക്ക് ഉയർത്തി ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് അറ്റാക്ക് വന്ന് മരണപ്പെട്ടു പോകുന്നത്. ഒരു മനുഷ്യൻ ഏതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എപ്പോഴും ജീവിതത്തെ ക്രമീകരിക്കുന്നു, അതിലായിരിക്കും അവരുടെ മരണമെന്നാണ്. എപ്പോഴും വുളൂ മെച്ചപ്പെടുത്താൻ ഭയങ്കരമായി ശ്രമിച്ചിരുന്നു. വുളൂ മുറിഞ്ഞാൽ അപ്പോൾ വുളൂ എടുക്കണം. അത് അദ്ദേഹത്തിൻ്റെ ശീലിയായിരുന്നു. വൈലത്തറ മുഹമ്മദ് കുഞ്ഞുമൂലവി. അല്ലാഹു അദ്ദേഹത്തിൻ്റെ ദറജ ഉയർത്തട്ടെ. നമ്മൾ വുളൂ അങ്ങനെ എടുക്കുന്നവരാണോ? ചിന്തിക്കും. നമുക്ക് താല്പര്യമില്ല, ഇതുമായിട്ട് ബന്ധപ്പെടാനൊന്നും ഒട്ടും താല്പര്യമില്ല. അപ്പോൾ വുളൂ എപ്പോഴും നമുക്ക് വേണം. വുളൂ മുറിഞ്ഞു, അടുത്ത വുളൂ എപ്പോഴും ഒന്ന് പുതുക്കുക. ഖുജാ തങ്ങളുടെ ജീവിതത്തിൽ വുളൂ മുറിഞ്ഞതാകുന്ന സമയമില്ല. 70 വർഷത്തോളം ബഹുമാനപ്പെട്ട ശംസുലുലമായി അബൂബക്കർ ഉസ്നിയാർ നവറല്ലാഹു മർഖദ അവരെഴുതിയതാകുന്ന മൗലിദുണ്ട്. ആരെക്കുറിച്ച്? ഖുജാ തങ്ങളെ കുറിച്ച് എഴുതി. അതിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ബഹുമാനപ്പെട്ടവരുടെ ശിഷ്യനാകുന്ന ബഖ്തിയാറുൽ കഅക്കി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യൻ കാഞ്ഞിരമുറ്റത്തടങ്ങിയിരിക്കുന്നതാകുന്ന ഫരീദുദ്ദീൻ കല്ലശക്കർ റഹിമഹുല്ലാഹു അദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങളുടെ ശൈഖാവുന്ന ബഹുമാനപ്പെട്ട ഖുജാ തങ്ങൾ 10-70 വർഷത്തോളം രാത്രിയിലെടുത്ത് വുളുകൊണ്ട് സുബഹി നമസ്കരിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ഉറക്കമില്ല എന്നർത്ഥം. ആ പറഞ്ഞതിൻ്റെ അർത്ഥം രാത്രിയിലൊക്കെ എപ്പോഴും ഖുർആനോത്താ. അതുകൊണ്ടെന്താ എല്ലാ ദിവസവും ഒരു ഖത്മാണ്. എല്ലാ ദിവസവും ഒരു ഖത്തും. ഷാഫി ഇമാമിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. എല്ലാ ദിവസവും ഒരു ഖത്തും. റമദാൻ വരും 2 ഖത്തും. പകലൊന്ന് രാത്രിയിലും. നമ്മൾ പകലും ഇല്ല രാത്രിയിലല്ല, ഒരു പേജ് പോലും പോകുന്നില്ല. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എവിടേക്കാണ് നമ്മൾ പോകുന്നത്? അതുകൊണ്ട് ഈ ഒരു മാസത്തിൽ നമ്മളൊരു ചിന്ത വെക്കുക. റമദാന് മുന്നോടിയായിട്ട് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ, റജബ് എന്ന് പറയുന്ന മാസം അത് പവിത്രമായ മാസമാണ്. റജബുൻ ശഹ്റുൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാറിന്റെ മാസമാണ്. പാപമോചനം തേടേണ്ട മാസമാണ്. അല്ലാഹു ഇതുവരെ ചെയ്തു പോയ ഒരുപാട് തെറ്റുകൾ കണ്ണുകൾ കൊണ്ട്, കാതുകൾ കൊണ്ട്, കൈകൾ കൊണ്ട് ഹറാമായ രീതികളിലേക്ക് പിടിച്ചു, പല രീതിക്കും പ്രവർത്തിച്ചു പോയി. എല്ലാം നീ പൊറുക്കണേ എന്ന് പറഞ്ഞ് അള്ളാഹുവിലേക്ക് മടങ്ങുക. ഇസ്തിഗ്ഫാർ.
റജബുൻ ശഹ്റുൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാറിന്റെ മാസമാണ് പരിശുദ്ധമായ റജബ്. വശഅബാനു വസ്സലാത്തു അലൻ നബിയിൽ മുഖ്താർ, പരിശുദ്ധമായ ശഅബാൻ മാസം അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് ചൊല്ലാൻ നിർബന്ധമാക്കപ്പെട്ട ആയത്തിറങ്ങിയതായ മാസമാണ്. അഥവാ സ്വലാത്ത് കൂടുതലായി ചൊല്ലിക്കൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കേണ്ടതായ മാസമാണ്. റമളാൻ ശഹ്റു തിലാവത്തിൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ അവതീർണമായ മാസമല്ലയോ പുണ്യമായ റമളാൻ മാസമാ. ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, പുണ്യങ്ങളുടെ പൂക്കാലമായ കാരുണ്യത്തിന്റെ പത്തുകൾ കൊണ്ട് അനുഗ്രഹീതമായ മഗ്ഫിറത്തിന്റെ ദിനരാത്രങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായ നരകീയ മോചനത്തിന്റെ പത്തുകൾ കൊണ്ട് അല്ലാഹു അനുഗ്രഹിച്ചതായ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന മാസമാണ് പുണ്യമായ റമളാൻ. നരകത്തിന്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെടുന്നതായ മാസമാണ് പവിത്രമായ റമളാൻ. എല്ലാ വലിയ ചങ്ങലകളിൽ വലിയ പിശാചുകളെ കൊണ്ടുവന്ന് ബന്ധിക്കുന്നതായ മാസമാണ് പുണ്യമായ റമളാൻ. ആ റമളാനിന്റെ അവസാനത്തെ ഒറ്റരാവുകൾ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ചുകൊണ്ട് നിലകൊള്ളുന്നവരെ, ആ ലൈലത്തുൽ ഖദ്റിന്റെ രാവിലല്ലേ ഖുർആനിനെ അല്ലാഹു അവതരിപ്പിച്ചത്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്ർ പരിശുദ്ധമായ ഖുർആനിനെ അല്ലാഹു നമ്മളിലേക്ക് നൽകിയില്ലേ? അതിന്റെ അനുഗ്രഹം നേടിയെടുത്ത മുസ്ലിമേ, പരിശുദ്ധമായ റമളാൻ മാസം പരിശുദ്ധ ഖുർആൻ പാരായണത്തിന്റെ മാസമാണ്. അതിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ഈ പുണ്യമായ റജബ് മാസം മുതൽ ഖുർആനുമായിട്ടുള്ള ബന്ധം നമുക്ക് അനിവാര്യമാണ്. ദിക്റുകൾ ചൊല്ലിക്കൊണ്ട്, ഇസ്തിഗ്ഫാറുകൾ ചൊല്ലിക്കൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങൽ അനിവാര്യമാണ്. കള്ളു കുടിച്ചു പോയിട്ടുണ്ട്, വ്യഭിചരിച്ചു പോയിട്ടുണ്ട്, സിനിമ കണ്ടുപോയിട്ടുണ്ട്, സീരിയൽ ദർശിച്ചു പോയിട്ടുണ്ട്, ഹറാമായ തലത്തിലേക്ക് കണ്ണുകളെ, കാതുകളെ, ശരീരത്തെ കൊണ്ടുപോയിട്ടുള്ളതാകുന്ന മനുഷ്യ മാനവാ, എല്ലാ തെറ്റുകളും അല്ലാഹുവിലേക്ക് ഏറ്റുപറഞ്ഞുകൊണ്ട് തൗബ ചെയ്തുകൊണ്ട് മടങ്ങേണ്ട മാസമാണ്. അല്ലാഹുവേ, തങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ പരിപൂർണമായി പുറത്തു നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ആഖിറത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാക്കണേ അല്ലാഹ്. ഉസൈദ് ബിൻ ഹുദൈറ റളിയല്ലാഹു അൻഹുവിനെ അറിയില്ലയോ? അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട അനുയായിയാണ്. ഖബർ കണ്ടാൽ പേടിക്കുന്ന വ്യക്തിയാണ്. ഒരിക്കൽ ഒരു അനുയായിയാകുന്ന സ്വഹാബിയുടെ ഇതാ ഖബറിന്റെ ചാരത്ത് വന്നിരുന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ അനുയായികളിൽപ്പെട്ട ഒരു വ്യക്തിയുടെ ഖബർ അടക്കുന്നത് നേർക്ക് നേരെ കണ്ടപ്പോ ഉസൈദ് ബിൻ ഹുദൈറ റളിയല്ലാഹു അൻഹു ആ ഖബറിന്റെ ചാരത്ത് വീണു പോയാണ്. ആ ഖബറിൽ കിടക്കുന്നതാകുന്ന മനുഷ്യന്റെ ജനാസ കൊണ്ടുവന്നിട്ടുള്ള മയ്യത്ത് കട്ടിലിൽ തിരിച്ച് ബഹുമാനപ്പെട്ട ഉസൈദ് ബിൻ ഹുദൈറ റളിയല്ലാഹു അൻഹു കടത്തുകയാണ്. ആളുകൾ തൽബിയത്ത് ചൊല്ലിക്കൊണ്ട്, ആളിതാ തക്ബീറുകൾ ചൊല്ലിക്കൊണ്ട് ബഹുമാനപ്പെട്ടവരുടെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോ വീട്ടുകാരെ പേടിച്ചു പോയി. എന്ത് പറ്റി? ഉസൈദ് മരണപ്പെട്ടുവോ? അദ്ദേഹത്തിന് വെള്ളം തളിപ്പിച്ചുകൊണ്ട് എഴുന്നേൽക്കുമ്പോ അദ്ദേഹം പറയുകയാണ്, ഖബർ എനിക്ക് വല്ലാത്ത പേടിയാണ്. ഖബർ കാണുമ്പോൾ ഭയക്കുകയാണ്. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം നീ നെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ. മെടയ്ക്ക് പകരം മാളമാ സുബ്ഹാന റബ്ബി അതിൽ കിടക്കേണ്ടതാ നസ്മാന. എത്രയോ വർഷങ്ങളായി മരണപ്പെട്ടു പോയ ആളുകൾ മഹ്ശറ കാത്തുകൊണ്ട് ഇന്നും ഖബറിലല്ലേ. വല്ലാത്ത ലോകമാണ്. മനുഷ്യ, നീ എന്തേ അതിനെപ്പറ്റി ചിന്തിക്കാത്തത്? ഈ ദുനിയാവിൽ നീ തെറ്റിലേക്ക് പോകുമ്പോ ഇനി ഒരു ജീവിതം നിനക്ക് വരാനുണ്ടെന്നുള്ള ബോധമുണ്ടോ? മരണത്തെ കുറിച്ച് ചിന്തയില്ലാതെ, ആഖിറത്തെ പറ്റി ചിന്തയില്ലാതെ ഈ ദുനിയാവിൽ അടിച്ചു പൊളിച്ച് കഴിയുകയാണോ?
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട അനുയായി ഉസൈദ് ബിൻ ഹുദൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇതാ വീട്ടിലിരുന്നു കൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്തുകൊണ്ട് നിലകൊള്ളുമ്പോ തൊട്ടടുത്തതാ തന്റെ കുതിര ആലയത്തിൽ കടന്നുകൊണ്ട് അതിന്റെ കാലിതാ ആകാശത്തേക്ക് ഉയർത്തി വീണ്ടും നിലത്തേക്ക് വന്നിടിക്കുകയാണ്. അതിന്റെ കുളമ്പടികൾ രണ്ടും ഉയർത്തിയിട്ട് വീണ്ടും നിലത്തേക്ക് ആഞ്ഞ് ചവിട്ടുന്നത് കണ്ടപ്പോ വല്ലാത്ത ഭയത്താൽ ബഹുമാനപ്പെട്ടവർ ഖുർആൻ മടക്കി വെക്കുന്നു. ഓതൽ നിർത്തിക്കൊണ്ട് കുതിരയുടെ അടുക്കലേക്ക് ചെല്ലുകയാണ്. നോക്കുമ്പോ കുതിര ശാന്തമായി. ബഹുമാനപ്പെട്ടവർ വീണ്ടും വന്നു, വീട്ടിനുള്ളിലിരുന്നു, കിബില കവിയുമായിരുന്നു. ഖുർആൻ തുറക്കുന്നു, മനോഹരമായ ഖുർആൻ പാരായണം ചെയ്യുകയാ, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുകയാണ്. കാണാതെ പാരായണം ചെയ്ത് വീണ്ടും നിലകൊള്ളുമ്പോ വീണ്ടും അതാ കുതിര അതിന്റെ ആലയത്തിൽ ഇരുന്നുകൊണ്ട് രണ്ട് കാലുകൾ ഉയർത്തിയിട്ട് എന്തോ ഒരു ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് നിലത്തേക്ക് കാഞ്ഞടിക്കുന്നത് കാണുകയാണ്. ബഹുമാനപ്പെട്ട ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു വീണ്ടും അതാ ഓത്ത് മതിയാക്കി ഇറങ്ങി ചെല്ലുന്നു. കുതിരയെ തടവുന്നു, ആശ്വസിപ്പിക്കുന്നു. എന്തോ കണ്ടിട്ട് ഭയന്നതുപോലെ, എന്തോ കണ്ടിട്ട് ഒച്ചയിടുന്നത് പോലെ തോന്നുകയാണ്. വീണ്ടും ബഹുമാനപ്പെട്ടവർ ചെന്നു പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ കഹ്ഫ് ബാക്കി പാരായണം ചെയ്തുകൊണ്ട് നിലകൊള്ളുമ്പോ കുതിരയതാ അതിശക്തമായി ശബ്ദിക്കുകയാണ്, കാലുകൾ ഉയർത്തുകയാണ്, കുളമ്പുകൾ മടക്കി വെച്ചുകൊണ്ട് നിലത്തെ കാഞ്ഞിടിക്കുന്ന ശബ്ദമാണ്. ഈ രീതിയിൽ കുതിരയുടെ ശബ്ദം കേട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ മകനാകുന്ന യഹ്യ എന്ന പൊന്നുമോൻ പുറത്തിറങ്ങുന്നു. ആ കുതിരയുടെ അടുക്കലിലേക്ക് പോയി നിൽക്കുകയാണ്. തന്റെ ചെറിയ പൊന്നുമോന് കുതിരയുടേതാകുന്ന കുളമ്പിന്റെ ഇടികൊണ്ട് പൊന്നുമോന് അപകടം സംഭവിക്കുമോ എന്ന് കരുതി ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു ഒത്തു മതിയാക്കി നേരെ ചെന്നുകൊണ്ട് നോക്കുമ്പോ ആകാശ ലോകത്ത് നിന്ന് വീട്ടിലേക്ക് ഒരു പ്രകാശം ഇടുകയാണ്. ആകാശ ലോകത്ത് നിന്ന് തന്നെ വീട്ടിലേക്ക് ഒരു പ്രകാശത്തിൻ്റെതാകുന്ന സ്തൂപം, ഒരു നീളത്തിനാലുള്ളതാകുന്ന ഒരു പ്രകാശത്തിൻ്റെതാകുന്ന ഒരു തൂണ് ബഹുമാനപ്പെട്ടവർ നേർക്ക് നേരെ കാണുകയാണ്. തന്റെ നഗ്നനേത്രങ്ങൾ കണ്ടുകൊണ്ടുള്ള യാഥാർത്ഥ്യത്തെ രാവിലെ സുബഹി നമസ്കാരാനന്തരം അല്ലാഹുവിന്റെ റസൂലിനോട് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഉസൈദ് നീ അതാ സുബഹി വരെ പാരായണം നീട്ടിയിരുന്നുവെങ്കിൽ ആകാശ ലോകത്ത് എന്ന മലക്കുകൾ നിന്റെ വീട്ടിനുള്ളിലേക്ക് ഇറങ്ങി വരുന്നത് നേർക്ക് നേരെ കാണാൻ സാധിച്ചേനെ എന്ന് നബിയോനാ റസൂലുള്ളാഹി. തിൽക സകീന അതാണ് ശാന്തിയുടെ ദൂതമായി, സമാധാനത്തിന്റെ ദൂതമായി നിന്റെ വീട്ടിലേക്ക് ഇറങ്ങി വന്നതായ മലക്കുകളാണത്. നിന്റെ ഖുർആൻ പാരായണത്തിന്റെ മാധുര്യം കൊണ്ടാണ് അവർ വീട്ടിലേക്ക് ഇറങ്ങിയത് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഏഴാൻ ആകാശത്തിനപ്പുറം സ്വന്തം വീട്ടിലേക്ക് കണ്ടതായ ഒരു പ്രകാശത്തിന്റെ സ്തൂപത്തെ കുറിച്ച് നബി തങ്ങളോട് പറഞ്ഞപ്പോ നബി തങ്ങൾ കൊടുത്തതായ മറുപടി അതാണ് എങ്കിൽ പ്രിയപ്പെട്ടതാകുന്ന ഉമ്മമാരെ, ചെറുപ്പക്കാരെ, സഹോദരിമാരെ, വീടുകൾ ബറക്കത്തുള്ളതാക്കി മാറ്റണേ. ഖുർആൻ പാരായണം ചെയ്യുന്ന വീടാക്കണേ. ലാ തജഅലു ബുയൂതകും മഖാബിറ, വീടുകളെ മൂകമാക്കരുതേ, ഖബറുകൾ പോലെ ശ്മശാനമാക്കരുതേ. ആ വീട്ടിൽ ഖുർആൻ പാരായണം വേണം, ആ വീട്ടിൽ ദിക്ർ വേണം, ആ വീട്ടിൽ സുന്നത്തായ നമസ്കാരങ്ങൾ വേണം, ആ വീട്ടിൽ ഫർളായ ഇബാദത്തുകൾ വേണം, ആ വീട്ടിൽ മൗലിദ് വേണം, ആ വീട്ടിൽ റാത്തീബ് വേണം, ആ വീട്ടിൽ അല്ലാഹുവിന്റെ റസൂലിനെ പ്രകീർത്തിക്കണം, ആ വീട്ടിൽ ആലിമീങ്ങളെ കൊണ്ടുവരണം, ആ വീട്ടിൽ സുലഹാകളുമായി ബന്ധം വരണം, ആ വീട്ടിൽ അല്ലാഹുവിനെ ഓർക്കുന്നവരായി മാറണേ. എന്നാൽ മലക്കുകൾ മുഖേന അല്ലാഹു നിനക്ക് കാരുണ്യം ചൊരിയുകയാണ്. അതാണ് ഖുർആൻ പറഞ്ഞത്, വനുനസ്സിലു മിനൽ ഖുർആൻ മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങൾക്ക് കാരുണ്യം ചൊരിയപ്പെടണോ? കരുണയുടെ മലക്കുകൾ, സക്കീനത്തിന്റെ മലക്കുകൾ വീട്ടിലേക്ക് കടന്നു വരണോ? നിന്റെ വീട്ടിനുള്ളിൽ പ്രവേശിക്കണോ? പരിശുദ്ധമായ ഖുർആനുമായുള്ള ബന്ധം സ്ഥാപിക്കൽ അനിവാര്യമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
അള്ളാഹു നമ്മുടെ മക്കളെല്ലാം സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ആരും ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ നിന്ന് നീട്ടുന്നില്ല, നല്ല നിയ്യത്ത് വെച്ചുകൊണ്ട് നമ്മുടെ സ്ഥാപനത്തെ സഹായിക്കാൻ സാമ്പത്തികമായി ശേഷിയുള്ളവർ മുന്നോട്ട് വരട്ടെ. 25,000 നമ്മുടെ അബ്ദുൽ അസീസ് സാഹിബ് പറഞ്ഞു കഴിഞ്ഞു. അള്ളാഹു അത് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാവിധ ഐശ്വര്യം അള്ളാഹു നസീബാക്കട്ടെ. മനസ്സിൽ ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്, അള്ളാഹു ആ ലക്ഷ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കട്ടെ. അടുത്ത നേരം ഇൻഷാ അല്ലാഹ് നല്ല നിയ്യത്തോട് പറഞ്ഞോളി. സ്ത്രീകളുടെ ഭാഗത്ത് പുരുഷന്മാരുടെ ഭാഗത്തൊക്കെ ഒന്ന് വളണ്ടിയേഴ്സ് ഒന്ന് ശക്താക് വേഗാട്ട് അള്ളാഹു കബൂലാക്കട്ടെ. നമ്മളെ കൊണ്ട് പറ്റുന്നത് ഈ 25,000 കേട്ടിട്ട് നെട്ടണ്ട. അതിന് താഴോട്ടുള്ള ആളുകളൊക്കെ ഇൻഷാ അല്ലാഹ് പറഞ്ഞോളി. ഇന്ന് ആദ്യ ദിവസമാണ്, ഇന്ന് തുടങ്ങി വെക്കുക. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാ മുറാദുകളും അള്ളാഹു ഹാസിലാകട്ടെ. 3.5 ലക്ഷം രൂപ നമുക്ക് എല്ലാ മാസത്തിലും ചെലവാണ് കുട്ടികളുടെ. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ നല്ല രീതിയിൽ സഹകരിക്കണം. ആ ഭക്ഷണത്തിലേക്കുള്ളത് കരുതിയാൽ മതി, അള്ളാഹു സ്വീകരിക്കട്ടെ. നമുക്ക് ധാരാളം മക്കളുണ്ട്, 4 പേരുണ്ട്, 5 പേരുണ്ട്. ആ 5 മക്കളെ പുറ്റിക്കൊണ്ടു പോകാൻ നമ്മൾ എത്ര പ്രയാസപ്പെടുന്നുണ്ട്. അവരുടെ ഭക്ഷണ ചെലവും അവരുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടുപോകാം. 35 മക്കളെ പോറ്റുന്ന വ്യക്തികളാണ് ഉസ്താദുമാർ. അപ്പൊ നിസ്സാരക്കാരല്ല. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ചെറിയ കാര്യമല്ല. വീട്ടിൽ ഭാര്യയും 2 മക്കളുടെയും കാര്യങ്ങൾ റെഡിയാക്കാൻ വേണ്ടി നമ്മൾ നെട്ടോട്ട് വിടുകയാണ്. അങ്ങനത്തെ നമ്മൾ ഇവരെ നമ്മളെ സഹായിക്കണം. അതും ദീൻ നിലനിർത്താൻ വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തി. അബ്ദുൽ വഹാബ് ഉസ്താദ് അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് അവരെ ഒന്ന് സഹായിക്കാൻ ഇൻഷാ അല്ലാഹ് ആരാ നല്ല രീതിയിൽ തയ്യാറാവുക, അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ഒന്ന് എഴുന്നേറ്റ് ആരാ ഒന്ന് വളണ്ടിയേഴ്സ് ഒന്ന് വയ്ക്കുക. നടന്ന് സ്ത്രീകളുടെ ഭാഗത്തും പുരുഷന്മാരുടെ ഭാഗത്തും അള്ളാഹു കബൂലാക്കട്ടെ. എല്ലാ മുറാദുകളും അള്ളാഹു ഹാസിലാക്കട്ടെ. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളി, വേഗം പറഞ്ഞോളി. അള്ളാഹു സ്വീകരിക്കട്ടെ. പറ്റുന്നത് പറഞ്ഞോളി. ഇനി 10,000 ആണെങ്കിലും 5,000 ആണെങ്കിലും ഒക്കെ പറയുന്നവർ നല്ല നിയ്യത്തിൽ പറഞ്ഞോളി. അള്ളാഹു കബൂലാക്കട്ടെ. നമ്മളെ കൊണ്ട് പറ്റുന്നത് സ്ത്രീകളുടെ ഭാഗത്താരെങ്കിലും നല്ല നിയ്യത്തിൽ, പുരുഷന്മാരുടെ ഭാഗത്താരെങ്കിലും നോക്കുക. എനിക്ക് നിങ്ങളെ ഹാജിയാക്കന്മാരൊന്നും എനിക്ക് പരിചയമില്ല. അതുകൊണ്ട് നിങ്ങൾ തന്നെ ഒന്ന് നടന്നു നോക്കിയാലും പറ്റും. ആരെങ്കിലും ഉണ്ടോ നോക്കുക. എല്ലാവരും ചിലപ്പോൾ വന്ന് പറഞ്ഞോണമെന്നില്ല. നിങ്ങളൊന്ന് അടുത്തൂടെ ഒന്ന് പോകുമ്പോൾ അവരെ കൊണ്ട് പറ്റുന്നത് പറയട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നാളെയും മറ്റന്നാളും 2 ദിവസം നമ്മുടെ സ്ഥാപനമുണ്ട്. ഇന്നിപ്പോൾ ഞാൻ നല്ല രീതിയിൽ വഅലിന്റെ കാര്യങ്ങൾ പറഞ്ഞു വന്നു. ഖുർആനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞു വന്നു. മക്കളെ ഹാഫിളാക്കിയാൽ കിട്ടുന്ന നേട്ടം പറഞ്ഞു. ഖുർആനുമായി ബന്ധം സ്ഥാപിക്കുന്ന വിഷയം പറഞ്ഞു. ഖുർആൻ ഓതിയാൽ കിട്ടുന്ന നേട്ടം പറഞ്ഞു. ഖുർആൻ കേട്ടാൽ കിട്ടുന്ന നേട്ടം പറഞ്ഞു. ദീനുമായി ബന്ധപ്പെട്ട ജീവിതം നയിച്ചാൽ കിട്ടുന്ന മഹത്വം പറഞ്ഞു. ഇത് ചെയ്തില്ല എങ്കിൽ കിട്ടുന്ന പ്രയാസം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസങ്ങളിൽ നാളെ മറ്റന്നാളും ഒക്കെ നിങ്ങൾ നല്ല രീതിയിൽ സഹകരിക്കാൻ അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. ഈ സദസ്സിൽ ആരാ സഹോദരിമാരുടെ ഭാഗത്ത് നോക്ക്, വേഗം നോക്ക്. നമ്മളെ കൊണ്ട് പറ്റുന്നത് ആരാ ഇൻഷാ അല്ലാഹ് പറയും. നല്ല നിയ്യത്ത് വെച്ച് അള്ളാഹു സ്വീകരിക്കട്ടെ. എല്ലാ മുറാദുകളും അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ. വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ അള്ളാഹു മാറ്റി നൽകി അനുഗ്രഹിക്കട്ടെ. അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് അള്ളാഹു പരിപൂർണമായ കാവൽ നസീബാക്കട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നമ്മെ ഇവരെയും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആരാ ഇൻഷാ അല്ലാഹ് 5,000 പറ്റാത്ത ആളുകളുണ്ടോ? സ്ത്രീകളുടെ ഭാഗത്ത് നോക്കി, വേഗം നോക്കി. അവിടെ വാളണ്ടിയേഴ്സ് ഇല്ലേ? നോക്കി. ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞോളി. ഞാൻ താഴോട്ടുള്ളവരുണ്ടെങ്കിൽ പറഞ്ഞോളി. 4,000, 3,000, 2,000 ഒക്കെ ഉള്ളവർ പറഞ്ഞോളി. ഇൻഷാ അല്ലാഹ് അള്ളാഹു സ്വീകരിക്കട്ടെ. ഞാൻ ദീർഘിപ്പിക്കാത്തത് എനിക്ക് ട്രെയിനിങ് ടൈമാണ്. 12 മണിക്ക് എത്തണം. അതുകൊണ്ടാണ് ഞാൻ നീട്ടുന്നില്ല. വേഗം പറഞ്ഞോളി. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ. ആരെങ്കിലും ഉണ്ടോ? ചെറിയ തുകകളുള്ളവരുണ്ട് പറഞ്ഞോളി. 2,000-ഓ 3,000-ഓ 1,000-ഓ 500-ഓ ഇനി വലുത് ഉസ്താദ് ചോദിച്ചുള്ളൂ, ചെറുത് ഞങ്ങളോട് ചോദിച്ചില്ല എന്ന് നാളെ പറയരുത്. അതുകൊണ്ടാണ് അള്ളാഹു നമ്മുടെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ഒരു കുട്ടിക്കെങ്കിലും ഇൻഷാ അല്ലാഹ് നല്ല നിയ്യത്ത് വെച്ചുകൊണ്ട് ഏറ്റെടുക്കാൻ പറ്റുന്നവരുണ്ടാകണം. ഒരു വർഷത്തിലേക്ക് ഒരു കുട്ടിക്ക് 25,000-30,000 രൂപ ഏറ്റവും കുറഞ്ഞ ചെലവാണ് ഒരു കുട്ടിക്ക്. നമുക്കൊക്കെ സുഖമായിട്ട് കഴിയും. എല്ലാം കൂടി ഒറ്റയ്ക്കിടയ്ക്ക് കൊടുക്കാനല്ലല്ലോ. നമ്മൾ 2,000 ആദ്യം കൊടുക്കുന്നു, പിന്നീട് നമ്മളൊരു 5,000 കൊടുക്കുന്നു, പിന്നീട് ഒരു 5,000, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് 2 മാസം കൂടുമ്പോൾ 2 മാസം കൂടുമ്പോഴൊക്കെ കൊടുത്ത് അങ്ങനെ കൊടുത്ത് അല്ലാഹു തൗഫീഖ് തരട്ടെ. അത് പറ്റാത്തവരൊന്നുമില്ല, കഴിയുന്ന ആളുകളാണ് ധാരാളം. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലക്കാരെന്ന് പറഞ്ഞാൽ തന്നെ ദീനിന് വലിയ സഹായികളായിട്ടുള്ളവരാണ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ തന്നെ ഈ നാട്ടിലേക്ക് വന്ന് ചേർന്ന് വീട് വെച്ച് റാഹത്തായി ജീവിക്കുന്ന ആളുകളാണ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. വലിയ സാമ്പത്തിക ശേഷി അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഒരു വർഷത്തേക്ക് ഒരു കുട്ടിക്ക് 25 ഇല്ല കേട്ടോ, 20,000 രൂപയാണ്. 20,000 രൂപയൊന്നും ആവൂല, ചെറിയ തുകയാണത്.
പക്ഷെ അങ്ങനെ പറയുന്നതിനാ നമ്മളിൽ ഒരാൾക്കെങ്കിലും അവന് ഭാഗവാക്കാകാൻ വേണ്ടിയിട്ടാണ് വർഷത്തിൽ ഒരു കുട്ടിയെ ദത്തെടുക്കുക. മാഷാ അല്ലാഹ്, ഒരു കുട്ടിയെ ദത്തെടുത്തു. അൽഹംദുലില്ലാഹ്. അദ്ദേഹത്തിന്റെ പേരെന്ന് എഴുതിക്കോ. അറിയോ പേരെന്ന് പറഞ്ഞോളൂ. സമീർ. മാഷാ അല്ലാഹ്. ഉണ്ടാവും, ഒരു കുട്ടിയെ ഏറ്റെടുത്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ഇനി അതേപോലെ പെണ്ണുങ്ങളുടെ ഭാഗത്ത് നിന്ന് ആരോ നോക്കട്ടെ. ഒരാണുങ്ങൾ ഒരാളൊന്നും ഒരു പെണ്ണുങ്ങൾ എന്തായാലും പറഞ്ഞു ആരോ നോക്കട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. പെണ്ണുങ്ങൾ എല്ലാ സ്ഥലത്തിലും മുൻപന്തിയിലാന്ന് പറയുന്നത്. അല്ലാഹു കബൂലാക്കും. ആരാ ഇൻഷാ അല്ലാഹ് കൊടുക്കുക. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ്. സമീർ എന്ന സഹോദരന്റെ ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. 20,000 രൂപ നല്ല നിയ്യത്ത് വെച്ചുകൊണ്ട് ഒരു കുട്ടി ഏറ്റെടുത്തിരിക്കുകയാണ്. നീ കബൂലാക്കണേ അല്ലാഹ്. നമുക്ക് ധാരാളം മക്കളെ അല്ലാഹു നൽകി. ഒരു ഹാഫിളാക്കാൻ കഴിഞ്ഞിട്ടില്ല, ആലിമാക്കാൻ കഴിഞ്ഞിട്ടില്ല, ദീവന്റെ കാവൽ പഠനാക്കാൻ, ദീനിന്റെ കാവൽ പഠനാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ ഒരു കുട്ടിയെ ഏറ്റെടുക്കാൻ തയ്യാറാകണേ. ആഖിറത്തിൽ പടച്ചറപ്പിന്റെ ദർബാറിൽ കത്തിച്ചിരിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ നിർത്തിക്കൊണ്ട് കത്തിയാളെ നരകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് വിചാരണ ചെയ്യുമ്പോ ഈ കുട്ടി മുഖേന സ്വർഗത്തിലേക്ക് കടക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. തൗഫീഖ് നൽകണേ അല്ലാഹ്. എത്രയോ സമ്പത്ത് കൊണ്ടുവന്ന ആവശ്യമില്ലാത്ത തലത്തിലേക്ക് ചെലവഴിക്കുന്നവരല്ലേ. ആഖിറത്തെ കരഗതമാക്കാൻ ഒരു കുട്ടിയുടെ ചെലവ് ഏറ്റെടുക്കാൻ, ഒരു വർഷത്തേക്കുള്ള ചെലവ് നല്ല നിയ്യത്ത് വെച്ചുകൊണ്ട് ഏറ്റെടുക്കുന്ന ഏതൊരു സഹോദരനുണ്ടോ, ഏതൊരു സഹോദരിയുണ്ട്, നീ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. പരലോകം സന്തോഷത്തിലാക്കണേ അല്ലാഹ്. അല്ലാഹു റാഹത്ത് നൽകട്ടെ. ആരാ ഇൻഷാ അല്ലാഹ് അടുത്ത ഒരാളുള്ളത്? നമുക്ക് 35 കുട്ടികളാണുള്ളത് കേട്ടോ, അത് ഓർത്തോണം. ആ 35 കുട്ടികൾ ഇപ്പൊ ആകെ 2 കുട്ടികളുടെ കാര്യമായിട്ടുള്ളൂ. ബാക്കിയുള്ള കുട്ടികൾക്ക് ഇനിയുള്ള ഭക്ഷണം നിങ്ങളാണ് ഏറ്റെടുക്കേണ്ടത്. ഈ മഹല്ലത്തിൽ ഓരോ വീട്ടുകാരും ഏറ്റെടുത്താൽ വളരെ ഭംഗിയായിട്ട് പോകും. അല്ലാഹു തൗഫീഖ് തരട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അഹ്ലുൽ ഖുർആനി ഹും അഹ്ലുല്ലാഹ് വഖാസതുഹു. ഖുർആന്റെ വാഹിർ അല്ലാഹുവിന്റെ അഹ്ലുകാരാണ്. ഖുർആന്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ ഹും അഹ്ലുല്ലാഹ്. ആരാണവർ? അല്ലാഹുവിന്റെ അഹ്ല്. അല്ലാഹുവിന് മക്കളില്ല, അവന് കുടുംബമില്ല എന്ന് വിശ്വസിക്കുന്നവരെ എന്നാൽ അല്ലാഹുവിന്റെ കുടുംബത്തിലേക്ക് ചേർത്തിയിട്ട് അല്ലാഹു പറയുന്നു, ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലാഹുവിന്റെ കലാം പരിപൂർണമായി മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഹാഫിളീങ്ങളില്ലേ, ഹും അഹ്ലുല്ലാഹ്. അവരാണ് അല്ലാഹുവിന്റെ അഹ്ലുകാർ. വഖാസതുഹു. അല്ലാഹുവിന്റെ പ്രത്യേക വിഭാഗത്തിൽ അവരുണ്ട്. അല്ലാഹുവിന്റെ പ്രത്യേകക്കാരാണ് അവരെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആരാ ഇൻഷാ അല്ലാഹ് കൊടുക്കുക? നല്ല നിയ്യത്ത് വെച്ച് ഒരു കുട്ടിയെ കൂടി ഇൻഷാ അല്ലാഹ് ആരാ ഏറ്റെടുക്കുക? അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഈ സദസ്സിൽ ഏത് സഹോദരിയാണ് സഹോദരനാണ് തയ്യാറാകുക? ഭർത്താവൊക്കെ വീട്ടിലാണെങ്കിൽ അവർക്ക് മെസ്സേജ് വിട്ടോളി വാട്സാപ്പിൽ. പെണ്ണുങ്ങൾ വേഗമായിട്ട് കഥയെ കൊടുക്കാൻ പോവാണ്. ഒരു വർഷത്തേക്കുള്ളത് ഇന്ന് കൊടുക്കാനല്ല പറയുന്നത്. നിങ്ങൾ ഇന്നോ നാളെയോ കൊടുക്കണമെന്ന് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. അബ്ദുൽ അസീസ് ഷാളക്കെട്ട് നടക്കുന്ന കണ്ടിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കും, ഇന്ന് തന്നെ കൊടുക്കണം. അങ്ങനെ വേണ്ട, അത് അടുത്ത മാസത്തിലോ പിന്നത്തെ മാസത്തിലോ കൊടുത്താൽ മതി. അല്ലാഹു തൗഫീഖ് തരട്ടെ. 20,000 കൂടി ഒരുമിച്ച് കൊടുക്കാനുമല്ലല്ലോ, 2,000 5,000 അങ്ങനെ പറ്റുന്ന നിലയ്ക്ക്. നമ്മുടെ ഈ മഹല്ലത്തിൽപ്പെട്ട ഒരു സഹോദരൻ തന്നെ, ഞാൻ പേര് പറയുന്നില്ല, അദ്ദേഹത്തിന് പേര് പറയുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ്. അദ്ദേഹം മുമ്പ് ഇതുപോലെ വലിയ സാമ്പത്തികമായി ഞെരുക്കമുള്ള ഒരു സമയത്ത് നമ്മുടേതാകുന്ന സ്ഥാപനത്തിലേക്ക് തന്നെ വലിയൊരു തുക അദ്ദേഹം നിയ്യത്ത് ചെയ്തു. പിന്നീട് അദ്ദേഹം പറയുന്നു, എൻ്റെ പല കാര്യങ്ങളും തുറച്ചു വന്നത് അതിലൂടെയാണ്. ജീവിതത്തിൽ വലിയ ഖൈറുകൾ എനിക്ക് തുറക്കപ്പെട്ടു, വലിയ കവാടങ്ങൾ അല്ലാഹു എനിക്ക് തുറന്നു തന്നു എന്ന് അദ്ദേഹം തന്നെ സാക്ഷ്യപ്പെടുത്തണം. ഇന്ന് എന്നോട് പറഞ്ഞ നമ്മുടെ മഹല്ലത്തിൽപ്പെട്ടവർ. നമ്മൾ കൊടുക്കാതെ പിടിച്ചു വെച്ചാൽ ഒന്നും തുറക്കൂല, എല്ലാം ഒന്നും കൂടി എന്ത് ചെയ്യും? കുടുസാവുള്ളൂ. ومن أعرض عن ذكري فإن له معيشة ضنكا. എന്നെ ഓർക്കാതെ, എന്നെ സ്മരിക്കാതെ, ഞാൻ നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കാതെ ഈ ദുനിയാവിൽ അല്ലാഹുവിനെ മറന്നുകൊണ്ട് കഴിയുന്നവരുണ്ടോ? ഫഇന്ന ലഹു മഈശതൻ ലൻകാ.
അവന് കുടുസായ ജീവിതമായിരിക്കും അല്ലാഹു ഏൽക്കുക എന്ന് പരിശുദ്ധമായ ഖുർആൻ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അതുകൊണ്ട് നല്ല നിയ്യത്തിൽ കൊടുത്തു, ആരെ ഇൻഷാ അല്ലാഹ് കൊടുക്കുക. ഇനി ഒരു വർഷത്തേക്ക് പറ്റാത്തവർ, അര വർഷത്തേക്ക് പറ്റുന്നവർ, 6 മാസത്തേക്ക് ഒരു 10,000 രൂപ വെച്ച് പറ്റുന്നവരുണ്ട്. അങ്ങനെ ഇനി അതും പറ്റത്തില്ല, 5,000 അങ്ങനെ ഇൻഷാ അല്ലാഹ് കൊടുക്കുന്നവർ വേഗം പറഞ്ഞോളി. ദ്വാരക്കം പോകണം. അല്ലാഹു സ്വീകരിക്കട്ടെ. എത്ര ചെറുതും കൊടുക്കാൻ കേട്ടോ. ഞാൻ വലുത് ചോദിച്ചുകൊണ്ട് നിട്ടണ്ട. ഇത് അവിടെ ഒരു സഹോദരി കൈ ഉയർത്തി വാളണ്ടിയേഴ്സായിട്ട് സ്ത്രീകളെ 2 പേരെ നാളെ പോസ്റ്റ് ചെയ്യണം. എന്നാലേ ഉള്ളൂ ഒരു സ്വർണ്ണമൊക്കെ ഉള്ളൂ. അല്ലാഹു തൗഫീഖ് തരട്ടെ. പെണ്ണുങ്ങൾ നല്ല വാളണ്ടിയേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? താത്താടെയൊക്കെ കൈ കിടക്കുന്ന സ്വർണ്ണത്തിൽ നോക്കി ഇങ്ങനെ നോക്കി ആ നോട്ടം കാണുമ്പോൾ മനസ്സിലായി ഇതിനിപ്പോൾ ഇട്ടുകൊണ്ടിരുന്നിട്ട് കാര്യം ഊരി കൊടുക്കുന്നതന്നെ നല്ലത്. അങ്ങനെ ഊരി കൊടുക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെ വാളണ്ടിയേഴ്സ് വേണം. അവിടെ ഒരാൾ കൈ ഉയർത്തിയിട്ടുണ്ട്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാ മുറാദുകളും അല്ലാഹു ഹാസിലാക്കട്ടെ. വേഗം ഇൻഷാ അല്ലാഹ് അവരുടെ പേര് വിവരങ്ങൾ കൊണ്ടുവരാം. ഒരു കുട്ടിയുടെ അല്ലാഹു തൗഫീഖ് തരട്ടെ. ജമീല താത്ത വട്ടപ്പറമ്പ് മരണപ്പെട്ടു പോയിട്ടുള്ളതാകുന്ന കുടുംബാദികൾക്ക് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാനും മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും നീങ്ങാൻ വേണ്ടി ഒരു കുട്ടിയുടെ ഉണ്ടാവും. മാഷാ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. അവന് കൊടുക്കുന്ന ഉമ്മമാരുണ്ട്. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. മരണപ്പെട്ടു പോയ കുടുംബാദികളുടെ ദറജ ഉയർത്തണേ അല്ലാഹ്. ഖബർ വിശാലമാക്കണേ അല്ലാഹ്. ജമീല താത്താക്ക് നീ ആഫിയത്തോടെ അനുഗ്രഹിക്കണേ അല്ലാഹ്. അവരുടെ സങ്കടങ്ങളും വിഷമങ്ങളും വ്യതകളും ക്ഷതകളും നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. ഏതെല്ലാം വിഷമങ്ങൾ മനസ്സിലുണ്ടോ നീ ദൂരീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ, പാലും കൊടുത്ത് വളർത്തലും അവളാണ്. ഇവ 3 കാര്യം പാപ്പയിൽ ഒഴിവാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനമാണ്. 9 മാസം 10 ദിവസം ഗർഭം ചുമന്ന് നടന്നത് പ്രിയപ്പെട്ട മാതാവല്ലയോ. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ കടമയും കടപ്പാടും വെച്ച് പുലർത്തേണ്ടത് ഉമ്മയോട് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. രണ്ടാമത് ഉമ്മയെ പറയാനുള്ള കാരണം നൊന്ത് പ്രസവിച്ചത് പ്രിയപ്പെട്ട ഉമ്മയാണ്. ശരീരത്തിലെ 22 എല്ലുകൾ ഒരേ സമയത്ത് ഒടിയുന്ന വേദനയാണ് എന്ന് പ്രസവരോഗമെന്ന് ശാസ്ത്രലോകം നിരീക്ഷണം നടത്തുമ്പോ ആ വേദന സഹിച്ചുകൊണ്ട് ഈ രോഗത്തേക്ക് നിന്നെ പ്രസവിച്ചിട്ട മാതാവിന്റെ അടിവയത്തിൽ തൊഴിക്കുന്നതാകുന്ന മക്കളില്ലയോ, അവരെ ചീത്ത വിളിക്കുന്നവരില്ലയോ, അവരെ തെറിവിളിക്കുന്നവരില്ലയോ, അവരുടെ വാക്കുകളെ തൃണവൽഗണിക്കുന്ന മക്കളില്ലയോ, അവരെ കൊണ്ടുപോയി വൃദ്ധസദനത്തിൽ LKG കുട്ടികളെ കൊണ്ടുപോയി ചേർക്കുന്നത് പോലെ തള്ളിയിടുന്നതായ മക്കളില്ലയോ. പഠിച്ചു വെക്കണേ. നിന്റെ ഉമ്മയോടാണ് ഏറ്റവും കൂടുതൽ ബാധ്യത നീ പുലർത്തേണ്ടത് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു മാതാപിതാക്കൾ മരണപ്പെട്ടു പോയവരുടെ ദറജ ഉയർത്തട്ടെ. കാലം ഇന്ന് വളരെയേറെ മുസീബത്ത് നിറഞ്ഞ കാലഘട്ടമാണ്. മക്കൾക്ക് ദീൻ കൊടുക്കൽ ഓരോ രക്ഷിതാക്കൾക്കും അനിവാര്യമാണ്. ഒരു മകനെ ദറസിലേക്ക് കൊണ്ടുപോയി വിട്ടു. ആ മകൻ മലപ്പുറം ജില്ലയിലെ തന്നെ പ്രസിദ്ധമായ അറബി കോളേജിൽ നിന്ന് ഉസ്താദുമാരുടെ കുരുത്തക്കേട് വാങ്ങി പിന്നീട് ഡൽഹിയിൽ പോയി ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ മേഖലയുമായി ബന്ധപ്പെട്ടു. അവസാനം അവൻ സോഷ്യൽ മീഡിയയിൽ വന്നത് കഴിഞ്ഞ 2 കൊല്ലം മുമ്പ് യുക്തിവാദിയായിട്ടാണ്. അതൊക്കെ അറിയാം, ഞാൻ പേര് പറയേണ്ട കാര്യമില്ല. നമ്മുടെ തലമുറ അതാണ്. അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടി വിട്ട മകൻ അവസാനം അവിടെ നിന്ന് ഉസ്താദുമാരുടെ ഗുരുത്തക്കേട് കിട്ടി സ്ഥാപനത്തിൽ നിന്ന് പുറത്തായി ഭൗതിക ലോകത്തിന്റെ ഭാഗത്തേക്ക് വിദ്യാഭ്യാസം തിരിച്ചു. പുസ്തകങ്ങൾ വായിച്ച് അല്ല ഇല്ല എന്നുള്ളതാകുന്ന വായനയിലേക്ക് അവൻ എത്തി. അവസാനം അതിന്റെ പ്രചാരകനായി മാറി. ദീനില്ലാതായിപ്പോയി. അള്ളാഹു നമ്മളെ കാക്കട്ടെ. വലിയൊരു വിഷയം. ഇന്നിപ്പോ നമ്മുടെ സമൂഹത്തിൽ സമൂലമായി മാറ്റം വന്നുകൊണ്ടിരിക്കുന്നത് യുക്തിവാദ ചിന്തയുമായി നിലകൊള്ളുന്നതായ സഹോദര സഹോദരിമാരാണ്. വലിയ വിഷയമാണ്. അതുകൊണ്ട് തന്നെ മക്കളെ എപ്പോഴും ശ്രദ്ധിക്കണം, അവരിൽ നല്ല ജാഗ്രത പുലർത്തണം. ഇല്ലെങ്കിൽ വലിയ വിപത്ത് നമുക്കുണ്ടാവും. അള്ളാഹു നമ്മളെ കാക്കുമാറാവും. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവൻ ലക്കും
പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലയോ സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, ഇന്ന മിൻ അസ്വാജികും വ ഔലാദികും, തീർച്ചയായും നിങ്ങളുടെ ഭാര്യമാരിൽ, നിങ്ങളുടെ ഇണകളിലും നിങ്ങളുടെ മക്കളിലും ഉണ്ട് കേട്ടോ, അദുവല്ലക്കും, നിങ്ങൾക്കുള്ള ശത്രുക്കളുണ്ട് എന്ന് വിശുദ്ധമായ ഖുർആൻ. നിങ്ങളുടെ ചില ഭാര്യമാർ, നിങ്ങളുടേതാകുന്ന ചില മക്കൾ എന്ന് പറഞ്ഞാൽ ചില ആളുകളുടെ ഭാര്യമാരും അതുപോലെ തന്നെ ചില മക്കളും ഒക്കെ എന്താകാം, വലുതാകുമ്പോൾ നിങ്ങൾക്ക് എതിരിൽ തിരിയുന്നതാകാം. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഒന്നില്ലെങ്കിൽ ദുനിയാവിൽ വെച്ച് തന്നെ ശത്രുവാകും, ഇല്ലെങ്കിൽ ആഖിറത്തിൽ നിങ്ങൾക്കെതിരെയാവും. നിങ്ങൾ ദീൻ കൊടുത്തില്ല എന്ന് റബ്ബിനോട് പറയും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, ഫഹ്ദറൂഹും, നിങ്ങൾ ആ മക്കളുടെ കാര്യത്തിൽ നല്ലതുപോലെ ശ്രദ്ധിക്കണേ, വളരെ ഗൗരവത്തോടുകൂടി ഇടപെടണേ എന്ന് പരിശുദ്ധമായ ഖുർആൻ. വഇൻ തഅഫൂ വതസ്ഫഹൂ വതഗ്ഫിറൂ فإن الله غفور رحيم. അള്ളാഹു പരിശുദ്ധമായ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, മക്കൾ മോശപ്പെട്ട തലത്തിലേക്ക് പോയിട്ടുള്ളവരാകാം, ലഹരിക്കടിമപ്പെട്ടതായ മക്കളാകാം, തിന്മയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നതായ മക്കളാകാം, മാതാപിതാക്കൾ പറഞ്ഞാൽ അനുസരണക്കേട് കാണിക്കുന്ന മക്കളാകാം. പക്ഷെ അവരെ മാറ്റി നിർത്തരുതേ, അകറ്റരുതേ, അവരെ വീട്ടിൽ നാട്ടി പുറത്താക്കരുതേ, അവരെ അരികുവൽക്കരിക്കരുതേ, അവരെ ചേർത്ത് നിർത്താൻ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വഇൻ തഅഫൂ വതസ്ഫഹൂ വതഗ്ഫിറൂ فإن الله غفور رحيم. മക്കൾ ചെയ്തതാകുന്ന നീചവൃത്യങ്ങളുടെ മേൽ അവരോട് കുതിര കയറി അവരെ വലിയതാകുന്ന നിലയ്ക്ക് മുറിവേൽപ്പിക്കുന്ന നിലയ്ക്കുള്ളതാകുന്ന ശകാരങ്ങൾ നടത്തുന്നവരെ, കയ്യിൽ കിട്ടുന്നതാകുന്ന വസ്തുക്കൾ കൊണ്ട് അടിച്ചു കൊല്ലാൻ വേണ്ടി പരിശ്രമിക്കുന്ന രക്ഷിതാക്കളെ, പാടില്ല, പാടില്ല. പരിശുദ്ധ പ്രവാചകൻ ഖുർആൻ കൊണ്ട് കൃത്യമായി അടയാളപ്പെടുത്തുകയാണ്, മക്കളെ മാനസികമായി മുറിവേൽപ്പിക്കരുതേ, അവരെ പീഡിപ്പിക്കരുതേ, അവരെ പ്രയാസപ്പെടുത്തരുതേ, മറിച്ച് അവർ ചെയ്തതാകുന്ന തെറ്റുകുറ്റങ്ങളെ കുറിച്ച് കൃത്യമായി അവർക്ക് അവബോധം നൽകിക്കൊണ്ട് അവർക്ക് മാപ്പ് ചെയ്ത് കൊടുത്ത് അവർക്ക് കൃത്യമായ ഒരു ക്ലാസ് എടുത്ത് നിങ്ങൾ കൊടുക്കുകയും ചെയ്താൽ അല്ലാഹു അവരുടെ പാപങ്ങൾ പൊറുക്കുവാൻ ഹേതുവാണ്, കഴിവുള്ളവനാണ്. ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം. മനുഷ്യനാണ്, തെറ്റ് ചെയ്യും, എല്ലാ മനുഷ്യനും അങ്ങനെ തന്നെയാണ്. കുല്ലുബിനി ആദമ ഖത്താഉൻ, ആദം സന്തതികളൊക്കെ തെറ്റുകാരാണ്. പാപസുരക്ഷിതരായിട്ടുള്ളത് അമ്പിയാക്കൾ മാത്രമാണ്. പക്ഷേ തെറ്റിലേക്ക് പോകുന്നതാകുന്ന കുട്ടികൾ അങ്ങനെ വിടില്ല, മറിച്ച് അവനെ പിടിച്ചു നിർത്തിയിട്ട് മോനെ ഇത് തെറ്റാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ബോധ്യപ്പെടുത്തണം. ചില രക്ഷിതാക്കൾ അവരെ വീടിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെക്കും, ഇങ്ങോട്ടൊന്നും വരണ്ട എന്ന് പറഞ്ഞ് വാതിലടച്ച് വിടുകയാണ്. അത് പാടില്ല. അപ്പൊ അവൻ വീണ്ടും തെറ്റിലേക്ക് വഴുതി മാറുക. ഇന്ന് പല വീടുകളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ലഹരിക്കടിമപ്പെട്ടതാകുന്ന യുവതി യുവാക്കൾ, ചെറിയ കുട്ടികൾ പോലും. 2 കൊല്ലമായില്ല സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു, വലിയ ചാനലുകളടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മലപ്പുറം ജില്ലയിലെ കോട്ടക്കലുള്ളതാകുന്ന ഒരു പെൺകുട്ടി MDMA കാരിയർ ആയിരുന്നു. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ആ കുട്ടി തന്നെ ചാനലിൽ വന്നുകൊണ്ട് കൊടുത്ത അഭിമുഖമാണ്, ഞാൻ ഈ ലഹരി മറ്റുള്ളവർക്ക് കൊടുക്കുന്നു, അത് കച്ചവടം ചെയ്യാൻ. ഒരു കൂട്ടുകാരി കൊടുത്തതാകുന്ന ലഹരി, ഏതൊരു കൂട്ടുകാര മുഖേന, ബോയ് ഫ്രണ്ട് മുഖേന കൊടുത്തതാകുന്ന ലഹരി, അത് നുടന്നു ആ രാസലഹരിയിൽ ഇഷ്ടപ്പെട്ട് അടിമത്തമായി അവസാനം പൈസയ്ക്ക് വാങ്ങുന്ന അവസ്ഥയായി. പിന്നീട് അവസാനം കൊണ്ടുവന്ന അദ്ദേഹം, ആ പെൺകുട്ടി ഇതിന്റെ കാരിയറായിട്ട് മാറി, ഇതിന്റെ കച്ചവടം. അപ്പൊ ഇത്ര ഗ്രാം കച്ചവടം ചെയ്താൽ ഇത്ര രൂപ കൈ കിട്ടും, ലാഭം കൊയ്യാൻ തുടങ്ങി. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ്. മുഖം മറച്ച് ചാനലിന്റെ മുന്നിൽ വന്നുകൊണ്ട് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. നമ്മുടെ ജില്ലയിൽ, മലപ്പുറം ജില്ലയിൽ, അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. വാർത്ത വന്ന മറ്റൊരു വാർത്ത, മലപ്പുറം ജില്ലയിൽ തന്നെ ഒരു കോളേജിൽ സ്കൂളിൽ പഠിക്കുന്നതാകുന്ന വിദ്യാർത്ഥികൾ നമ്മുടെ ബാക്ക് ബെഞ്ച് ഭാഗത്തിരുന്നു കൊണ്ട് പെൺകുട്ടികളിരുന്നു ഉറക്കം തൂങ്ങാൻ.
അപ്പൊ ക്ലാസ് ടീച്ചർ പ്രത്യേകം ശ്രദ്ധിച്ചു. ക്ലാസ്സിലൊന്നും ശ്രദ്ധിക്കുന്നില്ല. കുട്ടികൾക്ക് എന്ത് പറഞ്ഞു കൊടുത്താലും ഇവരിങ്ങനെ ഹൗലായി ആയിട്ടിരിക്കുന്നു. അവസാനം ഇവരെ റൂമിൽ കൊണ്ടുവന്നു, സ്റ്റാഫ് റൂമിൽ കൊണ്ടുവന്ന് നല്ലതുപോലെ പരിശോധിച്ചപ്പോൾ കാലിൽ അണിഞ്ഞിരിക്കുന്ന ഷോക്സ് അടിച്ചു മാറ്റി നോക്കുമ്പോൾ കാലിൻ്റെ താഴ്ഭാഗത്തായി ബ്ലേഡ് കൊണ്ട് ചെറിയ മുറിവുണ്ടാക്കി അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന രക്തത്തിൻ്റെ ഭാഗത്ത് നല്ല സാധനം കഞ്ചാവ് പോലുള്ള ഐറ്റം കൊണ്ടുവന്ന് വെച്ചിരിക്കുക, പുകയിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുക. അപ്പോൾ ആ രക്തത്തിൻ്റെ തുള്ളി പുറത്തേക്ക് വരുന്ന ഭാഗത്തിലൂടെ ലഹരി ഇങ്ങനെ ഉള്ളിലേക്ക് കയറാണ്, തലച്ചോറിലെത്തുക. നല്ല സുഖമുണ്ട്. കാലും തലച്ചോറുമായിട്ട് ഭയങ്കര ബന്ധമാണല്ലോ. അപ്പോൾ ആ ബന്ധം ഉണ്ടാക്കാൻ വായിക്കാത്ത വെച്ചാൽ പെട്ടെന്ന് പിടിക്കും, ആളുകൾ മനസ്സിലാക്കും. അത് മനസ്സിലാക്കാതിരിക്കാണ്ട് കാലിൻ്റെ താഴ്ഭാഗത്ത് എന്ത് ചെയ്യുക, ചെറുതായിട്ട് ബ്ലേഡ് കൊണ്ട് ഇങ്ങനെ കീറി വിട്ടിട്ട് അവിടെ പുകയില വെച്ചിട്ട് ഷോക്സും ഇട്ട് ഷൂ ഇട്ട് വന്നിരിക്കാൻ. A+B ദ ഹോൾ സ്ക്വയർ എല്ലാ റാഹത്തുള്ള എല്ലാം തിരിഞ്ഞ് അള്ളാഹു നമ്മളെ കാക്കുമാറാവും. അവസാനം ഹോഴ്സ് പോലെയായി, ആകെ ഞാനിൽ പോയിരിക്കും. ഇത് നമ്മുടെ മക്കളുടെ അവസ്ഥ. ഞാൻ സ്ഥലം പറയുന്നില്ല, അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചെറുക്കുമാറാവട്ടെ. ഏതാണ് ഭാഗം എന്ന് പറയുന്നില്ല. ഇപ്പൊ ഈ രീതിയിൽ നമ്മുടെ മക്കളിൽ പലരും പോയിക്കൊണ്ടിരിക്കുക. ഈ കുട്ടികൾ മൊത്തം 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ്, ചെറിയ കുട്ടികളാണ്, 10ൽ എത്തിയിട്ടില്ല എന്ന് ഓർത്തോണം. ബാക്ക് ബെഞ്ചിലിരിക്കുന്ന കുട്ടികളാണ്. ഇതാണ് നമ്മുടെ ഈ സമുദായത്തിന്റെ അവസ്ഥ. മുഴുവൻ കുട്ടികളും നമ്മുടെ കൗമിൽപ്പെട്ടവ. നമ്മുടെ കൗമാണല്ലോ ഇതിലൊക്കെ മുൻപന്തിയിൽ. സ്വർണം കടത്തിയത് നോക്കുമ്പോഴത്തേക്കും ബറക്കത്തിന് 3 പേര് നമ്മുടെ കൗമുണ്ട്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കും. ആദ്യം ബെൽറ്റിലൊക്കെ ആയിരുന്നു, ഇപ്പം അവിടെയൊന്നും അല്ല. പറയാൻ പറ്റാത്ത സ്ഥലത്തൊക്കെ വെച്ചുകൊണ്ട് ദാനം കൊണ്ടുവരിക. എങ്ങനെയെങ്കിലുമൊക്കെ ഇവിടെ എത്തിച്ച് കിട്ടിയാൽ മതി. ഹാജിയാർ രക്ഷപ്പെടാൻ പോവാ. എന്നിട്ട് അവല് സഫി വന്നിരിക്കും ചെയ്യും. തലേന്ന് വേറെ സ്ഥലത്ത് വെച്ച് കടത്തിയ ഹാജിയാരാണ് ഉസ്താദിന് മുസാഫാത്ത്. അള്ളാഹു നമ്മളെ കാക്കുമാറാം. ഇതാണ് നമ്മുടെ കൗമിൻ്റെ അവസ്ഥ. ഇത് പറയാതിരിക്കുന്നത് എങ്ങനെയാണ്? ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അടുത്ത ദിവസം പിടിക്കുന്നു, പിറ്റേ ദിവസം തന്നെ, അടുത്ത ദിവസം പിടിക്കുന്നു, പിറ്റേ ദിവസം തന്നെ, എല്ലാം ഇത് തന്നെ. ഇതൊന്നും ഒരു കുറവില്ല. എവിടേക്കാണ് നമ്മുടെ സമുദായം എത്തുന്നത്? ഹലാലായ മാർഗത്തിലൂടെ സമ്പാദ്യം നമുക്ക് തന്നെ ഇല്ല. പിന്നെ എങ്ങനെ മക്കൾ നന്നാവും? നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്റ. ഈ ലോകത്തേക്ക് പ്രസവിക്കപ്പെടുന്നതായ സർവ്വ മക്കളും അവർ തീർച്ചയായും ഈ ലോകത്തേക്ക് കടന്നു വരുന്നത് അലൽ ഫിത്റ, ശുദ്ധ പ്രകൃതത്തിന്മേലാണ്. ഫഅബവാഹു യുഹവിദാനിഹി ഔ യുനസ്സിറാനിഹി മാതാപിതാക്കൾ മുഖേനയാണ് മക്കൾ ജൂതരാകുന്നത്, നസ്രാനിയാകുന്നത്, യഹൂദിയാകുന്നത്. മാതാപിതാക്കൾ മുഖേനയാണ്, അഥവാ അവരുടെ തെറ്റുകുറ്റങ്ങൾ അധികരിക്കുമ്പോഴാണ് മക്കളും ആ തെറ്റിലേക്ക് വഴുതി മാറുന്നത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. നമ്മുടെ ശ്രദ്ധക്കുറവാണ്. കുട്ടി ഇങ്ങോട്ട് ജനിച്ച് വീഴുമ്പോൾ തന്നെ നല്ല ശുദ്ധ പ്രകൃതം. ആ കുട്ടി വല്ല തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഒരു കഞ്ചാവുണ്ടോ? അവന് കഞ്ചാവ് അറിയുമല്ലോ, ഒന്നും അറിയാൻ പറ്റില്ല. ഈ കുട്ടിയെ വേണ്ട നിലയ്ക്ക് ശ്രദ്ധ കൊടുക്കാതെ പോയി എവിടെയോ നമ്മുടെ ശ്രദ്ധ തെറ്റിപ്പോകുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ പോവാണ്, കുട്ടികൾ വഴിതെറ്റാൻ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അവരുടെ വിഷയത്തിൽ നിങ്ങൾ ജാഗ്രത പുലർത്തണേ, കുട്ടികളെ ഗൗനിക്കണേ. അല്ലാഹു തൗഫീഖ് തരട്ടെ. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ وقودها الناس والحجارة. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഉറപ്പെടുത്തുകയാണ്, ലോകത്തുള്ള സർവ്വ മുഅ്മിനീങ്ങളെയും അല്ലാഹു വിളിച്ചുകൊണ്ട് ഖുർആനിലൂടെ അല്ലാഹു പറയുകയാണ്, അല്ലയോ സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹുവിൽ വിശ്വസിച്ചവരല്ലേ, അമ്പിയാക്കളിൽ വിശ്വസിച്ചവരല്ലേ, നാളെ കടന്നു വരുന്നതായ ലോകാവസാനത്തിൽ വിശ്വസിച്ചവരല്ലേ, സർവ്വ നന്മ തിന്മകൾ അല്ലാഹുവിൽ നിന്നാണെന്ന് അചഞ്ചലമായ വിശ്വാസം കൈക്കൊണ്ടിട്ടുള്ളതാകുന്ന മുസ്ലിമേ, സ്വർഗത്തെ കൊണ്ടും നരകത്തെ കൊണ്ടും വിശ്വസിച്ചവരെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ.
നിങ്ങളുടെ സ്വന്തത്തെയും കുടുംബത്തെയും നരകത്തെ തൊട്ട് കാത്തു സംരക്ഷിക്കണേ എന്ന് വിശുദ്ധമായ ഖുർആൻ.